എൻ്റെ ട്യൂഷൻ ടീച്ചറായ ഗൗരി ചേച്ചി എനിക്ക് ചേച്ചിയുടെ മാർക്കുകൾ കാണിച്ചു തന്ന് എന്നെ കൊതിപ്പിച്ച് എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നത്. അത് നല്ല ചോരത്തിലുള്ള സമയമാണല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അറിയുവാനുള്ള വല്ലാത്ത താല്പര്യമുള്ള സമയം. ആ ഒരു സമയത്ത് തന്നെ ഇതിനെക്കുറിച്ച് നന്നായി അറിയുവാനും മനസ്സിലാക്കുവാനും അതെന്താണെന്ന് നേരിട്ടറിഞ്ഞ എൻ്റെ സ്വന്തം അനുഭവം തന്നെ ഇനി എന്നെക്കുറിച്ച് പറയാം. അതിലൊന്നാണ് എൻ്റെ പേര്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇടുക്കി ജില്ലയിൽ ചെറുത്തോണിയിലാണ് എൻ്റെ വീട്. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയൻ, പിന്നെ അച്ഛൻ്റെ അമ്മ. അനിയനേക്കാൾ ഒരു വയസ്സിനുള്ളതാണ്. എനിക്കിങ്ങനെയുള്ള വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യം ഉള്ളതിൻ്റെ പ്രധാന കാരണം എൻ്റെ അച്ഛൻ തന്നെയാണ്. മറ്റൊന്നുമല്ല, പാരമ്പര്യം തന്നെ. ആ പാരമ്പര്യത്തിനെക്കുറിച്ച് ഞാൻ ചെറിയൊരു കാര്യം നിങ്ങളോട് പറയാം. ഞാനുണ്ടായ സമയം അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലായിരുന്നു. കാരണം കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ സ്വന്തം വീട്ടിലാണല്ലോ പോകാറ്. അങ്ങനെ അമ്മയും എന്നെയും കാണാനായി അച്ഛൻ വന്നു കഴിഞ്ഞപ്പോഴാണ് എൻ്റെ അനിയൻ അമ്മയുടെ വയറ്റിക്കയറി കൊടുന്ന്. ഇപ്പോൾ മനസ്സിലായല്ലോ ഈ പാരമ്പര്യത്തിന് വഴി. ഈ കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞത് അമ്മ വഴിയാണ് കേട്ടോ. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഓപ്പണായി തന്നെ പറയുന്ന കുടുംബമാണ് ഞങ്ങളുടേത്. അങ്ങനെ ഞാൻ പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് എനിക്ക് അക്കൗണ്ടൻസി ഭയങ്കര പാടായിരുന്നു. ക്ലാസ് ടെസ്റ്റിനൊക്കെ ഞാൻ ഏറ്റവും നിലയിൽ പൊട്ടി. ഞാൻ ഈ കാര്യം അമ്മയോട് പറഞ്ഞു. അമ്മ പിന്നെ അടുത്ത വീടുകളിലെ ഓരോരുത്തരെയും വിളിച്ച് ചോദ്യമായി ട്യൂഷൻ പഠിപ്പിക്കാൻ ആളെ കിട്ടുമ്പോഴുമ്പ് പഠിപ്പിക്കാൻ ട്യൂഷൻ എടുക്കുന്ന ഒരാളെ ഞാനും മത്സരത്തില്ല. അമ്മയുടെ ഒരു കൂട്ടുകാരി പറഞ്ഞു, എൻ്റെ മോളിപ്പോൾ ബികോം ലാസ്റ്റ് ഇയറാണ് പഠിക്കുന്നത്. അവൾക്ക് കണക്കൊക്കെ വളരെ എളുപ്പമാണ് എപ്പോഴും പറയാറുണ്ട്. ഒരു കാര്യം ചെയ്യും, നിൻ്റെ മോനെ ഇങ്ങോട്ട് വിടും. ട്യൂഷൻ എടുക്കുന്ന ആളതിൻ്റെ വേണമെന്നില്ലല്ലോ, എല്ലാം വ്യക്തമായി പറഞ്ഞു തരുന്ന ഒരാൾ കിട്ടിയാൽ പോരെ. അതുകൊണ്ട് അമ്മയും സമ്മതം പറഞ്ഞു. എന്നെ ട്യൂഷൻ ടീച്ചറായ ഒരു ചേച്ചിയെക്കുറിച്ച് പറയാം. അതീവ സുന്ദരിയാണ് ചേച്ചി. കാവ്യമാധവനെ പോലെ നല്ല ഉണ്ട കണ്ണുകളും നല്ല ഉണ്ടയായിട്ടുള്ള മുട്ട പോലത്തെ മാറുകളും ഉള്ള ഒരു സുന്ദരി ചേച്ചി. സുന്ദരിയാണെന്ന് ഒരുപാട് ഞാൻ പറയുന്നത് കാരണം ചേച്ചി വീട്ടിൽ കൂടുതലും ഇടുന്ന വേഷങ്ങളിൽ ചേച്ചിയുടെ മാറുകൾ മുട്ടയുടെ ഷേപ്പിൽ മുഴുത്ത തള്ളി നിൽക്കാറുണ്ട്. എന്തായാലും മുത്തച്ചേച്ചിയുടെ വീട്ടിൽ ട്യൂഷനായത് കൊണ്ട് ഞാൻ ഒരുപാട് സന്തോഷിച്ചു. അങ്ങനെ എൻ്റെ ഒന്നാം ദിവസം ട്യൂഷൻ പഠനത്തിൻ്റെ അക്കൗണ്ടൻസിയുടെ പുസ്തകവും നോട്ട് ബുക്കും പിന്നെ ഒരു പുതിയ ബുക്കും തേയിൽ കരുതി നേരെ ചേച്ചിയുടെ വീട്ടിലെത്തി. ചെറുതായി എഫിയെ വഴിയിൽ വെച്ച് കാണുമ്പോൾ മിണ്ടിയിട്ടുണ്ടെങ്കിലും ഒത്തിരിയൊന്നും എനിക്ക് ചേച്ചി പരിചയമില്ല. കയറുപാടാ എന്നെന്നോട് പറഞ്ഞു ചേച്ചി. എന്നെ വീടിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചു. എന്നിട്ട് ചേച്ചിയുടെ മുറിയിലേക്ക് എന്നെ കൊണ്ടുപോയി. എന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് എൻ്റെ ട്യൂഷൻ എടുത്തുന്ന വലിയ പരിചയമൊന്നും ഇല്ലാട്ടോണാ. എൻ്റെ സംശയങ്ങളെല്ലാം നീ പറഞ്ഞു, അതെല്ലാം ഞാൻ എന്താണെന്ന് എനിക്കറിയാവുന്ന പോലെ എനിക്ക് പറഞ്ഞുതരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് ചേച്ചി ചെറുതായി കുനിഞ്ഞ് ടേബിളിലിരുന്ന് പുസ്തകങ്ങൾ എടുത്തുകൊണ്ടാണ് പറഞ്ഞത്. ആ സമയത്താണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി എൻ്റെ തൊട്ടടുത്ത് അത്രയും മുഴുപ്പിൽ മാറുകളുടെ പൊഴിയാൻ കാണുന്നത്. അങ്ങനെ എൻ്റെ സംശയങ്ങൾ എന്താണെന്ന് ഞാൻ പുസ്തകത്തിൽ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചേച്ചിയെ കാണിച്ചു. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തന്നാൽ നീ എല്ലാം മറന്നു. അതുകൊണ്ട് നിനക്ക് സംശയമുള്ള ഓരോ കാര്യവും എല്ലാം വ്യക്തമായി പറഞ്ഞാന്ന്. അതിൻ്റെയൊക്കെ ഓരോ പ്രോബ്ലം ജയിക്കാമെന്ന് എന്നോട് പറയും. അങ്ങനെ ചേച്ചി അവിടെ നേരത്തെ ഇരുന്നതുപോലെ കസേരയിലിരുന്ന് ടേബിളിലേക്ക് കുനിഞ്ഞിരുന്ന് എനിക്ക് ഓരോ പ്രോബ്ലം എഴുതുന്നു. ആ സമയത്തൊക്കെ എൻ്റെ കണ്ണുകൾ ചേച്ചിയുടെ അങ്ങോട്ട് തന്നെയായിരുന്നു. എന്തായാലും ട്യൂഷന് വന്നതും മുതലായി അതൊക്കെ എനിക്ക് നന്നായി മനസ്സിലായി തുടങ്ങിയിരുന്നു. അങ്ങനെ പഠനം തുടർന്നു. പക്ഷെ അതിനിടയ്ക്കാണ് എനിക്ക് ചെറിയൊരു കുസൃതി തോന്നിയത്. ഞാൻ അറിഞ്ഞുകൊണ്ട് എഴുതിക്കൊണ്ടിരുന്ന പേനെ അറിയാത്ത മട്ടില്ല എന്ന രീതിയിൽ ചേച്ചിയുടെ കാണിച്ചു വീട്ടിലേക്ക് ഇട്ടു. അയ്യോ ചേച്ചി എടുത്തു തരാമോ എന്ന് ഞാൻ ചോദിച്ചു. ചേച്ചി അപ്പോൾ തന്നെ നന്നായി കുനിയാൻ എനിക്ക് എടുത്തു തന്നു. അതുവരെ ചെറിയ രീതിയിൽ കണ്ടുകൊണ്ടിരുന്നത് കുറച്ചുകൂടി വ്യക്തമായി എനിക്ക് കാണാൻ പറ്റി. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് ഞാനും ചേച്ചിയും കുറേ വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. ചേച്ചി സ്ഥിരമായി ട്യൂഷൻ എടുക്കുന്ന ആളല്ലാത്തത് കൊണ്ട് തന്നെ പഠിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ താല്പര്യം ചുമ്മാ വർത്താനം പറയാനായിരുന്നു എന്നോട്. അങ്ങനെ ഞങ്ങൾ കൂടുതൽ പരിചയപ്പെടുത്തു. അങ്ങനെ അന്നത്തെ ട്യൂഷൻ മതിയാക്കി നേരെ വീട്ടിലേക്ക് ഞാൻ പോന്നു. വീട്ടിലെത്തിയെങ്കിലും എൻ്റെ മനസ്സുകൊണ്ട് ട്യൂഷൻ പഠിച്ച സമയത്തുള്ള ചേച്ചിയുടെ രൂപം തന്നെയായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് ജീവിതത്തിൽ അങ്ങനൊരു കാഴ്ച എനിക്ക് കാണാൻ സാധിച്ചത്. അതുകൊണ്ട് അന്ന് രാത്രി ഞാൻ ചേച്ചിയെ നന്നായി ഒന്ന് ഓർത്തു. അങ്ങനെ പിറ്റേ ദിവസത്തെ ട്യൂഷന് വേണ്ടി കാത്തിരുന്നു. ക്ലാസ് കഴിഞ്ഞ് വേഗം വീട്ടിലെത്തി ചായ കുടിച്ച് ഞാൻ റെഡിയായി നേരെ ചേച്ചിയുടെ വീട്ടിലോട്ട് ഓടി.
ചെറുക്കിന് പഠിക്കാൻ എന്നുള്ള താല്പര്യമാണല്ലോ എന്ന് അമ്മ അവിടെ ഇരുന്ന് പറയുന്നത് ഞാൻ കേട്ടു. എൻ്റെ താല്പര്യം എന്താണെന്ന് എനിക്ക് മാത്രമല്ലേ അറിയൂ. അങ്ങനെ ചേച്ചിയുടെ വീട്ടിലെത്തിയപ്പോൾ ക്ലാസ് കഴിഞ്ഞ് വന്ന ചേച്ചി ചായ കുടിക്കുകയായിരുന്നു. ആ സമയത്ത് വീട്ടിൽ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചേച്ചിയുടെ അമ്മ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. എന്നോട് പറഞ്ഞു, നീ ഇപ്പോൾ ഹാളിൽ കയറിയിരിക്കുക, ഈ യൂണിഫോം ഒക്കെ ഒന്ന് മാറിയിട്ട് വരാം. ചേച്ചി വേഷം മാറിയിട്ട് പോരെയെന്ന് ഞാനും പാനും. കാരണം യൂണിഫോം ഇട്ടാ കാരണം എൻ്റെ രീതിയിലൊന്നും കാണാൻ പറ്റത്തില്ല എന്നേ. ഒരു മുട്ട ചുരിദാറിലൂടെ എന്നെ കാണാൻ. അന്ന് ചേച്ചി അകത്ത് പോയി വേഷം മാറി ഇട്ടിരുന്ന ഷർട്ട് കടിച്ചു പിടിച്ച് മുക്കിക്കൊണ്ട് തന്നെ പാവാടവള്ളി കെട്ടിക്കൊണ്ട് പുറത്തോട്ടിറങ്ങി. ചേച്ചീൻ്റെ വെളുത്ത വേറെ ഞാൻ നന്നായി കണ്ടു. ഞാനിപ്പോൾ ചേച്ചിയുടെ വേറെ ഭയങ്കര വെളുത്തിട്ടാണല്ലോ എന്ന്. മനസ്സിലെല്ലാവരും കാണുന്ന കൈയും മുഖമെല്ലാം കറുത്തിട്ടാണ്, മേല് വെളുത്തിട്ട്. എന്നിട്ട് എന്താ കാര്യം? അതും നല്ലതല്ലേ ചേച്ചി, എന്നുള്ള സൗന്ദര്യം ഉണ്ടാവുമല്ലോ. എല്ലാവരും കാണുന്ന വെളുത്തിരുന്ന തലയുടെ കാര്യമുള്ളൂ. ചേച്ചി ഇങ്ങനെ എന്നെ കാണിക്ക്, ഞാൻ പറയാൻ അപ്പോൾ എന്തോ ഒരു സൗന്ദര്യം ഉണ്ടായെന്ന്. അയ്യനാ ചെറുക്കൻ്റെ ഓരോ ആഗ്രഹങ്ങൾ കൊള്ളാതെ വന്ന് ചേച്ചീനോട് പറഞ്ഞു. പക്ഷെ വെറുതെ ഇട്ടാ ഒരു ചൂണ്ടയിൽ ചേച്ചി കയറി കൊത്തുമെന്ന് ഞാൻ ഒരിക്കലും ഓർത്തില്ല. പ്രത്യേകിച്ച് അന്നത്തെ ദിവസം വീട്ടിൽ ആരുമില്ലായിരുന്നു. എൻ്റെ ചേച്ചീനെയും പ്രായം ആർക്കും പിടിച്ചാൽ കിട്ടുന്ന പ്രായമൊന്നുമല്ലല്ലോ. എല്ലാത്തിനെക്കുറിച്ചും വ്യക്തമായി അറിയാൻ കൂടുതലേ താല്പര്യമുള്ള പ്രായമാണല്ലോ. ചേച്ചീനോട് പറഞ്ഞ് മുറിയിലോട്ട് പോകാം, നമുക്ക് അവിടെ ഇരുന്ന് പഠിക്കാമെന്ന്. എന്നിട്ട് ഇപ്പോഴത്തെ പോലെ കസേരയിൽ നിന്ന് ടേബിളിലേക്ക് കുഴങ്ങിയിരുന്ന് എനിക്ക് വേണ്ടി ഓരോ പ്രോബ്ലങ്ങൾ എഴുതി. എന്നിട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ ഓട്ടമൊക്കെ എനിക്ക് തെറ്റിപ്പോകുന്നേം കാണുന്നുണ്ട് കേട്ടോ, ഇതൊന്നും മാത്രം നല്ലതല്ല എന്ന്. അതിനകത്ത് പിന്നെ നല്ല സൗന്ദര്യമുള്ള ഒരാളെ കണ്ടാൽ ആരാ ചേച്ചി നോക്കാത്തത്? സൗന്ദര്യം നോക്കുന്ന മുഖത്താണ്, അല്ലാണ്ട് വേറെ സ്ഥലത്തല്ല കേട്ടോ എന്ന് എന്നോട് പറഞ്ഞു. ചേച്ചിയുടെ മുഖത്തിനേക്കാൾ സൗന്ദര്യം അവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് മാത്രം ഞാൻ നോക്കി. ഇതിപ്പോൾ അത്ര വലിയ തെറ്റാണോ ചേച്ചി? കഥ തുടരുന്നതാണ് കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ, എങ്കിൽ മാത്രമേ അടുത്ത ഭാഗം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ.